മോനെ കിട്ടുണ്ണി, കാക്കയും കോഴിയും വന്ന് ഈ ഗോതമ്പ് കൊത്തി തിന്നാതെ ഒന്ന് നോക്കിക്കോണേ. അക്കാര്യം ഞാൻ ഏറ്റമ്മേ. ഞാൻ ഈ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു കാക്കയും കോഴിയും നമ്മളെ ഗോതമ്പ് കൊത്തി തിന്നില്ല. അതിന് ഞാൻ അവസരം കൊടുക്കില്ല. കൊള്ളാം, മിടുക്കൻ. എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള പുല്ല് മുറിച്ച് വരാം. പുല്ല് മുറിച്ചിട്ട് അമ്മ പതിയെ വന്നാൽ മതി. പോ, ഈ ഗോതമ്പ് തിന്നെ വന്ന് നീ വെറുതെ മോയിക്കണ്ട. പോ പോ. ഹായ്, ഈ പൈക്കിടാവിന്റെ ഓട്ടം കാണാൻ എന്ത് രസമാ. എന്നെ കളിയാക്കുവാനോ നീ? നിന്നെക്കാൾ വലിയ ഓട്ടക്കാരനാ ഞാൻ. അവിടെ നിക്കടി. കണ്ടോ? ഹോ, എന്തൊരു വേഗത. അമ്പടി, എന്നെ തോപ്പിക്കാമെന്ന് കരുതിയോ? കണ്ടില്ലേ ഞാൻ നിന്നെ തോപ്പിച്ചത്. ഇനി ഞാൻ ഓടാം, നീ എന്നെ പിടിക്കേ. കിട്ടുണ്ണി, അമ്മ വിളിക്കുന്നുണ്ടല്ലോ. ആ, ആവശ്യം പോലെ വിളിച്ചോട്ടെ. എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം. മഴ പെയ്യാന്ന് ഓർത്തായിരിക്കും അമ്മ വിളിക്കുന്നത്. ആ ഗോതമ്പ് അമ്മയ്ക്ക് തന്നെ വാരി വെക്കാമല്ലോ. മോനെ, എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത്. കിട്ടുണ്ണി, ഞാൻ കളി നിർത്തി. എന്റെ അമ്മ വിളിക്കുന്നു, എനിക്ക് പോണം. അമ്മ വെറുതെ വിളിക്കുന്നതാവും. പോവല്ലേ പൈക്കിടാവേ, നമുക്ക് കളിക്കാം. ഞാൻ കളി നിർത്തി, എനിക്ക് പോണം. ആ, പോണവരൊക്കെ പോട്ടെ. എന്റെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. നല്ല കൂട്ടുകാർ ഇങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കും. നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. പൈക്കിടാവേ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മമാർ വിളിക്കുന്നത്. ഞാൻ പോകാതെ കളിക്കാൻ തീരുമാനിച്ചു. നീ അമ്മ വിളിച്ചതേ കളി നടത്തി ഓടിപ്പോയി. അതെന്താ അങ്ങനെ? കിട്ടുണ്ണി, അമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അയ്യോ, കാറ്റിന് ശക്തി കൂടുതലാണല്ലോ. വല്ലോ മരവും മറിഞ്ഞു വീഴുവോ? അമ്മ വിളിച്ചപ്പോ അങ്ങ് ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ പേടിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ കിട്ടുണ്ണി? ശരിയാ, അമ്മയെ അനുസരിക്കാത്തതാണ് എന്റെ തെറ്റ്. വിഷമിക്കണ്ട കിട്ടുണ്ണി, ഇനി അങ്ങനൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. ആ, മഴ കുറയുന്നുണ്ടല്ലോ. അമ്മേ. മോനെ, എവിടെയായിരുന്നു നീ? അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. പണ്ടൊരു കൊച്ചു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തലവന് ഒരു കുതിരയും ഉണ്ടായിരുന്നു. വെള്ള നിറത്തിലുള്ള ഒരു സുന്ദരൻ കുതിര. കുതിര തൻ്റെ ഭംഗിയിലും പ്രൗഢിയിലും ഒരുപാട് അഹങ്കരിച്ചിരുന്നു. താനാണ് ലോകത്തെ കേമനെന്ന ചിന്തയിലായിരുന്നു കുതിര. നോക്ക്, ദാ വരുന്നത് കണ്ടോ യജമാനൻ? എനിക്കുള്ള മുന്തിയ ഇനം മുതിരയുമായാണ് വരുന്നത്. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്നോട് സംസാരിക്കാനൊക്കെ ഒരു ഭാഗ്യം വേണം. എന്തുകൊണ്ടോ നിനക്കതിനുള്ള ഭാഗ്യമുണ്ടായി. നീ വലിയവനായിരിക്കാം. യജമാനൻ യാത്ര ചെയ്യുന്നത് നിന്റെ പുറത്ത് കയറിയിട്ടുമാണ് എന്ന് വച്ച് മറ്റുള്ളവരെ ചെറുതായി കാണുന്നത് ശരിയാണോ കൂട്ടുകാരാ? എടാ, നിന്നെപ്പോലെയല്ല ഞാൻ രാജരക്തമാണ്. അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ വേണം. ഞാൻ നിന്റെ കൂട്ടുകാരനൊന്നുമല്ല. മോനെ, നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഇന്ന് ഒരിടം വരെ നമുക്ക് പോകണം കേട്ടോ. വേഗം ആഹാരം കഴിച്ചോ. ഞാൻ ഇപ്പൊ തന്നെ ഒരുങ്ങി വരാം. കണ്ടോ എന്നോട് എന്ത് ബഹുമാനവും സ്നേഹവുമാണെന്ന്? നിങ്ങളെ അയാൾ ഗൗനിച്ചതുപോലുമില്ല. കുതിരച്ചേട്ടാ, ശരിയാ, നിങ്ങള് വലിയ പദവികളൊക്കെ ഉള്ള ആളാ. എനിക്ക് നിങ്ങളെ വലിയ ബഹുമാനം. എന്നാ നിനക്ക് കൊള്ളാം.
എന്തിനാ ഈ അഹങ്കാരിയൊക്കെ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? നമ്മളെപ്പോലെ ഒരു ജീവിയല്ലേ അതും. അതെ, കൊമ്പില്ലാത്ത അവന് കൊമ്പുണ്ടെന്നൊരു തോന്നലുണ്ട്. അത് മാറ്റണം. എന്നാ കുറച്ച് നീ തിന്നോ. കുതിരച്ചേട്ടാ, അങ്ങേക്കറിയാമോ, ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ നിൽപ്പും ഭംഗിയും തലയെടുപ്പും രാജാവ് തന്നെ. ഹോ, എന്താ ഭംഗി, എന്താ രാജകീയത. അത് കുതിരയുടെ അഭിമാന നിമിഷമായിരുന്നു. കോഴിയുടെ വർത്തമാനത്തിൽ വീണുപോയ കുതിരയുടെ ഭാവം തന്നെ മാറി. കണ്ട കുതിരയുടെ അഹങ്കാരം സഹിക്കാവുന്നതിനും അപ്പുറമായി. അതേ കോഴിയമ്മേ, ഈ കുതിരയുടെ പരിഹാസവും പുച്ഛവും കണ്ട് എനിക്കും മടുത്തു. ഈ ദേശത്ത് വേറെ കുതിരയില്ലെന്നാ അവന്റെ വിചാരം. ആനയ്ക്ക് കാണില്ല ഇത്രയോ അഹങ്കാരം. കുതിര തന്റെ യജമാനനെയും കൊണ്ട് ഗ്രാമപാതയിലൂടെ നടന്നു വരുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. എന്റെ മേലെ കയറിയിരിക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? എന്നോട് എന്തുമാത്രം ബഹുമാനമാണ് ഗ്രാമീണർക്ക്. ആ കോഴി പറഞ്ഞത് എത്ര ശരിയാണ്. കുതിര കൂടുതൽ അഹങ്കാരത്തിൽ തല ഉയർത്തി നടന്നു. ഗ്രാമീണർ തന്നെയാണ് വണങ്ങുന്നതെന്ന് മടയനായ കുതിര വിശ്വസിച്ചു. അങ്ങനെ കുതിരയും ഗ്രാമത്തലവനും ഗ്രാമചന്തയിലെത്തി. ഓ, ആളുകൾ എന്നെ തന്നെയാ നോക്കുന്നേ. ഇവിടെ പ്രശസ്തർക്ക് ജീവിക്കാൻ വല്ലാത്ത പ്രയാസമാണ്. എന്റെ ഒപ്പം വന്ന ആ വൃദ്ധൻ ഇവിടെ പോയി. ഹേയ്, വൃത്തിയില്ലാത്ത കിളി, എന്റെ മിനുസമുള്ള ദേഹം വൃത്തികേടാക്കാതെ മാറിപ്പോകൂ. തനിക്ക് ഭയങ്കര ജാടയാണല്ലോ. ഇതൊക്കെ പറയാൻ നീ ആരാ? ആശാനെ കേട്ടില്ലേ, നമ്മുടെ ഏരിയ വന്നിട്ട് നമ്മളോട്. ആഹാ, നീ ഇവിടെ പുതുമുഖമാണെന്ന് തോന്നുന്നു. നമ്മളിവിടെയൊക്കെ ഉള്ളതാ. അല്ലേ, അതൊക്കെ ഇരിക്കട്ടെ, നമ്മളാരാണാവോ? ഞാൻ രാജകുടുംബത്തിൽ ജനിച്ചതാണ്. എന്റെ പുറത്ത് കയറാനും ഒരു യോഗ്യത വേണം. എവിടെ ജനിച്ചാലും നമ്മൾ നാൽക്കാലികൾ തന്നെയല്ലേ. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം? നിനക്കറിയാമോ, ഈ നാട്ടിലൂടെ ഞാൻ വരുമ്പോൾ ആളുകൾ തൊഴുതു മാറും. ഞാനൊന്നും പറയുന്നില്ലേ, പക്ഷെ ഒന്ന് പറയാം, ഈ അഹങ്കാരം അധിക നാൾ ഉണ്ടാവില്ല. പോയേ, എനിക്ക് പോകാൻ നേരമായി. എന്നെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ നീ അഭിമാനിക്കാൻ നോക്കൂ. എന്നാ ഞാൻ ശ്ശേ, കളഞ്ഞിട്ട് വാ ആച്ചാനെ. വഴിയിലൂടെ പോകുന്നവരൊക്കെ തൊഴുതു മാറുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുതിര അവർക്കൊക്കെ തലയാട്ടിയും ശബ്ദമുണ്ടാക്കിയും തന്റെ പ്രതികരണവും അറിയിച്ചുകൊണ്ടിരുന്നു. എന്റെ ആരാധകരെ തട്ടി നടക്കാൻ വയ്യ. ഈ വൃദ്ധനോട് പറഞ്ഞിട്ട് വീട്ടിലെ അഹങ്കാരി നായയെ എന്റെ കാവലാക്കണം. വരട്ടെ. ഒന്ന് വേഗം പോ. എന്നെ ഭരിക്കുന്നു അഹങ്കാരി. എന്റെ പുറത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതും പോരാ. ആഹാ, അത്രയ്ക്കായോ? എന്നെ തല്ലുന്നു. ഞാൻ ആരാണെന്ന് അറിയാമോ? ഈ നാട് എന്നെ കണ്ടാൽ വണങ്ങി നിൽക്കും. എന്റെ ശക്തി കാണിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ അയ്യോ അയ്യോ, ഒന്നും ചെയ്യല്ലേ. നിനക്ക് എന്താ പറ്റിയത്? അയ്യോ 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 അയ്യോ, എന്നെ എന്തിനാ നിങ്ങൾ തല്ലുന്നേ? ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന കുതിരയാണ്, രാജരക്തമാണ്. അയ്യോ, ഓ, പാവം കുതിര. കുതിരയുടെ ഭാഷയൊന്നും മനുഷ്യർക്കറിയില്ലല്ലോ.
കുതിര ശബ്ദമുണ്ടാക്കുന്നത് കൂടുതൽ അപകടമാണെന്ന് കരുതി ഗ്രാമവാസികൾ കുതിരയെ തല്ലി കാടുകയറ്റി. തൻ്റെ അഹങ്കാരമാണ് ഇതിനൊക്കെ കാരണമെന്ന് മനസ്സിലാക്കിയ കുതിര പിന്നീട് ഗ്രാമത്തിലേക്ക് തിരികെ വന്നതേയില്ല. കുളത്തിൻ കരയിലെ പുല്ലുകൾ സൂപ്പർ. പുല്ലുകൾക്ക് മാത്രമല്ല, ഈ കുളത്തിലെ വെള്ളത്തിനും നല്ല രുചിയാ. ഈ കുളത്തിലേക്കെടുത്ത് ചാടിയാലോ? എന്റെ മൂക്കത്ത് വന്നിരുന്ന് എന്നെ അപായപ്പെടുത്താനുള്ള വഴി പറഞ്ഞു തരുന്നോ? നിന്നെ ഞാനിന്ന് ശരിയാക്കും. എന്നാ എന്നെ ഒന്ന് പിടിക്ക്. അയ്യോ, അതെന്ത് സാധനമാ മുകളിൽ നിൽക്കുന്നത്? കണ്ടിട്ട് പേടിയാവുന്നു. അതെങ്ങാനും ഈ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണ നമ്മളൊക്കെ ചതഞ്ഞരഞ്ഞ് ചത്തത് തന്നെ. വേഗം വാ, നമുക്ക് അമ്മയോട് ചെന്ന് പറയാം. അമ്മേ, അമ്മേ. കുഞ്ഞുങ്ങൾ പേടിച്ചാണല്ലോ വരുന്നത്. എന്തു പറ്റിയാവോ? അമ്മ, അങ്ങ് മുകളിൽ എന്തോ വലിയൊരു സാധനം. കണ്ടിട്ട് പേടിയാവുന്നു അമ്മേ. എവിടെയാ? വാ, നമുക്കൊന്ന് പോയി നോക്കാം. വല്ലോ തിമിംഗലം ആയിരിക്കും എന്തോ. അമ്മ മുന്നേ നീടിക്കോ, ഞങ്ങള് പിന്നാലെ ഉണ്ട്. ആഹാ, ഇതിനെ കണ്ടിട്ടായിരുന്നോ നിങ്ങൾ ഇത്രമാത്രം പേടിച്ചത്? ആരും പേടിക്കണ്ട, ആ ജീവി കുളത്തിലൊന്നും ഇറങ്ങി വരില്ല. അത് എന്ത് ജീവിയാ അമ്മേ? ആ ജീവിയാണ് മക്കളെ പശു. പശു, നല്ല പേര്. അക്ഷരം സ്ഫുടമായി പറഞ്ഞു പഠിക്കൂ മക്കളെ. പശു, പശു. പശു, പശു. ആ, പശു, പശു. ആ, പശു. പശു പശു അല്ല, വെറും പശു. ചിരിച്ച് ചിരിച്ച് ഞാനിപ്പോ ചാവും. നിങ്ങളുടെ ഓരോ തമാശകള്. അതിനിവിടെ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ തവളച്ചേട്ടാ. കുളത്തിൻകരയിൽ നിന്ന് പുല്ല് തിന്നുന്ന വെറുമൊരു പശുവിനെ കുറിച്ച് ഇത്രമാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കുളത്തിലെ വെള്ളത്തിൽ കുറച്ചു നേരം മുങ്ങിക്കിടന്ന ചത്തുപോകുന്ന കരയിലെ വെറുമൊരു ജീവി മാത്രമാണവൻ. ഈ വെള്ളത്തിൽ നിന്നും കുറച്ചു നേരം കരയ്ക്ക് കയറി കിടന്നാൽ ഞങ്ങളും ചത്തുപോകില്ലേ? അതെ അതെ, മീനുകളായ നിങ്ങൾക്ക് കരയിൽ ജീവിക്കാൻ പറ്റാത്തതുപോലെ ആ പശുവിന് ഈ വെള്ളത്തിലും ജീവിക്കാൻ പറ്റില്ല. എന്നാ വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ ഈ തവളച്ചേട്ടന് സാധിക്കും. അതാണ് മാക്കാൻ തവള. ഇനി നിങ്ങൾ പറയൂ, ആ പശുവാണോ ഈ മാക്കാൻ തവളയാണോ കേമൻ? കഴിവിൽ കേമൻ തവളച്ചേട്ടൻ തന്നെ. കറക്റ്റ്. ആർപ്പിട് മക്കളെ, ആർപ്പിട്. എന്നാൽ വലിപ്പത്തിൽ കേമൻ ആ പശുവാണ്. ഓ, വലിപ്പമോ? എന്തോന്ന് വലിപ്പം? എന്റെ ശരിക്കുള്ള വലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിലും കാണേണ്ടതൊന്നും കാണില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഞാനൊന്ന് വലിപ്പം കൂട്ടിയാൽ ആ പശുവിനേക്കാൾ വലുതാകും. എന്ത്? ആ പശുവിനേക്കാൾ വലുതാകുമെന്നോ? അതേന്ന്, എന്റെ മുത്തച്ഛൻ ദർദുരന് ഒരു ആനയുടെ വലിപ്പം ഉണ്ടായിരുന്നു. മുത്തച്ഛൻ മരിച്ചുപോയി. ഇല്ലെങ്കിൽ ഉറപ്പായി നിങ്ങളെ പരിചയപ്പെടുത്താമായിരുന്നു. എന്തായാലും ഞാനിത് വിശ്വസിക്കില്ല. പശുവിനോളം വലുതാകാൻ ഒരിക്കലും ഒരു തവളയ്ക്ക് കഴിയില്ല. എല്ലാവരും നോക്കിക്കോ, തുമ്പിയും കണ്ടോളൂ, ഞാൻ ആ പശുവിനേക്കാൾ വലുതാവുന്നത്. ആഹാ, എന്നാൽ അതൊന്ന് കാണണമല്ലോ.
ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ ആ പശുവിനേക്കാൾ വലുതായില്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും പഴയതുപോലെ തന്നെ. ശ്വാസം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നതിനാൽ ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. മീനുകളെ ഒന്ന് ആത്മാർത്ഥമായ ആർപ്പ് വിളിച്ചു തന്നേ. തവളച്ചേട്ടൻ അങ്ങ് വലുതാവട്ടെ. ആർപ്പവിളി നിർത്തിക്കോടാ പിള്ളാരെ, തവളച്ചേട്ടന്റെ കഥ കഴിഞ്ഞു. അയ്യോ, നമ്മുടെ തവളച്ചേട്ടൻ എന്തു പറ്റി? വലിയവനെന്ന് സ്വയം നടിക്കുന്ന അഹങ്കാരികളായ വിഡ്ഢികൾക്ക് സംഭവിക്കുന്നത് തന്നെ തവളച്ചേട്ടന് സംഭവിച്ചു മക്കളെ. ഒരിക്കൽ പുഴവക്കത്തെ ഒരു തേന്മാവിൻ കൊമ്പിൽ കൂട്ടുകാരായ തത്തമ്മയും അണ്ണാറക്കണ്ണനും ഇരിക്കുകയായിരുന്നു. തത്തപ്പെണ്ണെ, നീ ഇന്ന് നെന്മണി പാടത്ത് നെല്ല് തിന്നാൻ പോയില്ലേ? അവിടേക്ക് തന്നെയാണ് പോകുന്നത് ചങ്ങാതി. അവിടത്തെ വാഴത്തോട്ടത്തിൽ നല്ല തേനുള്ള വാഴക്കൂമ്പുകളുണ്ട്. അത് നിന്നോട് പറയാനായി വന്നതാണ്. അതെയോ? എന്നാൽ ഇന്ന് നിന്നോടൊപ്പം ഞാനും വരാം. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. താഴെ പുഴയിലൂടെ ഒരു ഉറുമ്പ് ഒഴുകി വരുന്നു. എങ്ങനെയോ കാൽ തെറ്റി വീണ ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട തത്തമ്മ വേഗം മരക്കൊമ്പിൽ നിന്ന് പറന്ന് ഉറുമ്പിന്റെ അടുത്തെത്തി. മുങ്ങി താഴ്ന്ന ഉറുമ്പിനെ കണ്ട തത്തമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. തത്തമ്മ പെട്ടെന്ന് കരയിലേക്ക് പറന്ന് ഒരു പച്ചില മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ടു. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഇലയിൽ പിടിച്ചു കയറി ഉറുമ്പ് സുരക്ഷിതനായി. അവശനായ പാവം ഉറുമ്പിനെ ആ തത്തമ്മ ഇലയോടെ കൊത്തിയെടുത്ത് കരയിലേക്ക് കയറ്റി. തത്തപ്പെണ്ണെ, നീ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പുരയിൽ മുങ്ങി മരിച്ചു പോയേനെ. ആ സമയത്ത് നിന്നെ കാണാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്. നിന്റെ ഭാഗ്യമോ? അതെ, അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം തന്നെയാണ്. കുഞ്ഞുറുമ്പേ, നീ എങ്ങനെയാണ് ഈ പുഴയിൽപ്പെട്ടത്? ഞാൻ അക്കരെയുള്ള ഒരു മരത്തിൽ തേനെടുക്കാൻ കയറിയതാണ്. അപ്പോൾ എൻ്റെ കാൽ വഴുതി പുഴയിലേക്ക് വീണു. ശ്രദ്ധയില്ലാതെ മരത്തിൽ കയറി നടന്നാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും തക്ക സമയത്ത് തത്തപ്പെണ്ണ നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒഴുകി കടലിൽ പോയേനെ. തത്തപ്പെണ്ണെ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് ഞാൻ എന്തെങ്കിലും നിനക്ക് പ്രത്യുപകാരം ചെയ്യും. പ്രത്യുപകാരം ചെയ്യുന്നു നീയോ? തിരിപ്പോന്നേ കുഞ്ഞുറുമ്പ്. ആകാശത്തു കൂടി പറക്കാൻ പോലും കഴിവുള്ള തത്തപ്പൻ എന്നെ തിരിച്ചു സഹായിക്കുമെന്നു. വെറുതെ തമാശ പറയല്ലേ കുഞ്ഞുറുമ്പേ. അണ്ണാറക്കണ്ണ, ഇങ്ങനെ ആരെയും പരിഹസിക്കരുത്. കുഞ്ഞുറുമ്പേ, ഇന്നു മുതൽ നമ്മൾ നല്ല ചങ്ങാതിമാരായിരിക്കും. ഇത്രയും പറഞ്ഞ് തത്തമ്മ പറന്നുയർന്നു. അണ്ണാറക്കണ്ണൻ അടുത്ത മരക്കൊമ്പിലേക്ക് ചാടിപ്പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടേക്ക് ഒരു വേടൻ കടന്നു വന്നു. ഇരയെ തേടി വന്ന വേടൻ അവിടെ എല്ലാം പരതി നടന്നു. അപ്പോഴാണ് മരക്കൊമ്പിലിരിക്കുന്ന തത്തമ്മ വേടന്റെ കണ്ണിൽപ്പെട്ടത്. ആ സമയം അതുവഴി ധാന്യവും ശേഖരിച്ചു വന്ന കുഞ്ഞനുറുമ്പിന് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. ഈ വേടൻ പാവം തത്തപ്പനാണല്ലോ ലക്ഷ്യമിക്കുന്നത്. എങ്ങനെയും അതിനെ രക്ഷിക്കാൻ ഒരു ഉപായം കണ്ടെത്തണം. ഉറുമ്പ് വേഗം വേടന്റെ കാൽ ചുവട്ടിലെത്തി അവന്റെ കാലിൽ ആഞ്ഞു കടിച്ചു.
രക്ഷിക്കാനായി. കുഞ്ഞിനോട് മുമ്പേ നീ എന്നോട് ക്ഷമിക്കണം. അന്ന് നിന്നെ ഞാൻ പരിഹസിച്ചതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അത് സാരമില്ല ചങ്ങാതി. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. അതിൽ വലുതെന്നോ ചെറുതെന്നോ ഇല്ല. ഒരിക്കൽ സുന്ദര ഗ്രാമത്തിൽ ജോമോൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അല്പം ദൂരെയുള്ള സ്കൂളിൽ എന്നും ജോമോൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജോമോൻ സ്കൂൾ വിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരികയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും മുൻപേ പോയി. പാവം ജോമോൻ വണ്ണം കാരണം പതിയെയായിരുന്നു നടന്നിരുന്നത്. അവൻ പതിയെ മാവിൻ തോട്ടത്തിലേക്ക് കയറി. കുട്ടികൾ മാവിലെറിയുന്നതും നോക്കി നിന്നു. ഹായ്, എന്തുമാത്രം മാങ്ങകളാണ് മാവിൽ! ഒരെണ്ണം കിട്ടിയാൽ തിന്നാമായിരുന്നു. ആ, ഇതാര്? നമ്മുടെ തടിയൻ ജോമോനല്ലേ? എന്താണ് ഇവിടെ? അവന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കൂട്ടുകാരെ, എനിക്കൊരു മാങ്ങ തരാമോ? അമ്പ, ഇവൻ പറയണത് കേട്ടോ ചങ്ങാതിമാരെ? ഇവന് മാങ്ങ വേണമെന്ന്. നിനക്ക് വേണേ നീ എറിഞ്ഞിട്. പാവം ജോമോൻ വളരെ വിഷമത്തിലായി. അവന് ഉയരത്തിൽ കല്ലെറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരെണ്ണം തരുമോ? ഇല്ല, തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കളർ പെൻസിൽ തരാം. ആർക്ക് വേണം നിന്റെ പെൻസിൽ? ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ഞാൻ എന്റെ ഈ വാട്ടർ ബോട്ടിൽ തരട്ടെ. അയ്യേ, ഞങ്ങൾക്ക് വേണ്ട നിന്റെ പഴയ ബോട്ടിൽ. നീ എന്ത് തന്നാലും മാങ്ങ ഞങ്ങൾ തരില്ല. ഈ തടിയനൊരു മണ്ടൻ തന്നെ. കഷ്ടം. ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടും മരത്തിന്റെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പാവം പയ്യൻ, അവനെ എല്ലാവരും കൂടി പരിഹസിക്കുകയാണ്. എങ്ങനെ അവനെ സഹായിക്കാം? ഓഹോ, ഹായ് ഹായ്, പഴുത്ത മാങ്ങ. എന്താ ചങ്ങാതി നമ്മൾ കണ്ടത്? നമ്മൾ ജോമോനെ കളിയാക്കണ്ടായിരുന്നു. അതെ അതെ, ജോമോന് മാങ്ങ കൊടുത്തിരുന്നാൽ അവൻ നമ്മക്കും മാമ്പഴം തന്നേനെ. ഇനി എങ്ങനെ ചോദിക്കും? ഹായ് ഹായ്, എന്തു മധുരം! തേനിനാണോ ഈ മാമ്പഴത്തിനാണോ മധുരം? സംശയമില്ല, ഈ മാമ്പഴത്തിന് തന്നെ. കൂട്ടുകാരാ ജോമോനെ, എനിക്കൊരു മാമ്പഴം തരാമോ? ഒരു മാമ്പഴം തരുമോ കൂട്ടുകാരാ? ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചോളാം. അതിനെന്താ, ഇങ്ങ് വാ. ഇതാ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ.
ഞങ്ങളോട് ക്ഷമിക്ക് കൂട്ടുകാരാ. എന്തിന്? ഞങ്ങൾ മാങ്ങ തരാത്തതിനും തടിയാന്ന് വിളിച്ചതിനും. അതൊന്നും സാരമില്ല. നിങ്ങളിപ്പോ എന്റെ ചങ്ങാതിമാരായല്ലോ, അതു മതി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. അങ്ങനെ നന്മയുള്ള ജോമോന് നിറയെ മാമ്പഴവും കിട്ടി, നിറയെ കൂട്ടുകാരെയും കിട്ടി. പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി. പാവമെലി വളരെ സങ്കടത്തിലായിരുന്നു. അന്നേരം ആ വഴി ഒരു മുയലമ്മ വരികയുണ്ടായി. കുഞ്ഞനെലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏയ്, എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്? ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ? അല്ല മുയലമ്മേ, ഞാൻ അക്കരെ ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെയോ? പിന്നെ ഈ കാട്ടിലെങ്ങനെ വന്നു? ഇനി ആ വീട്ടിലെ ആളുകൾ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കഷ്ടം തന്നെ. ഇനി എന്തു ചെയ്യും? അറിയില്ല മുയലമ്മേ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എന്തിനാ വൈകുന്നേ? വേഗം പോയിക്കോ. അയ്യോ മുയലമ്മേ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ? നിന്നെ പോലെയാണ് ഞാനും. എനിക്കും നീന്താൻ അറിയില്ല എലിക്കുട്ടാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. നിന്റെ പേരെന്താ? കുഞ്ഞൻ. അങ്ങനെ നമ്മുടെ കുഞ്ഞനെലിയും മുയലമ്മയും കൂടി പുഴയുടെ തീരത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ്. ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം. ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു. അതേ തവളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പണ്ട് ഒരു ആനയെ പുറത്ത് കയറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാണോ? ഇവിടെ നിന്ന് പൊയ്ക്കോ, ഇല്ലേ ഞാൻ കൊത്തും. നമസ്കാരം ചിങ്ക. എന്ത് വേണം? ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ഓ, ഒരു സഹായവും ഇല്ല. സഹായമൊക്കെ തീർന്നു പോയി. വേഗം തിരിച്ചു പൊയ്ക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയണമെന്നത് എന്റെ ഇഷ്ടം. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ ചുണ്ട് കണ്ടോ. വളരെ ദേഷ്യത്തിൽ നിന്നിരുന്ന ചിങ്കന്റെ അടുത്തേക്കായിരുന്നു സഹായവും ചോദിച്ചുകൊണ്ട് മുയലമ്മയും കുഞ്ഞനെലിയും എത്തിയത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടിയതുമില്ല. ചിങ്കന്റെ അടുത്ത് നിന്ന് മുയലമ്മയും കുഞ്ഞനെലിയും മടങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുയലമ്മേ? നീ നിരാശപ്പെടേണ്ട, അല്പം കാത്തിരിക്കൂ. നമുക്കൊരു വഴി കണ്ടെത്താം. ധൃതി കാണിക്കാതെ. ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു. അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രുവാമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. ദേ നോക്ക് മുയലമ്മേ, ഒരു ആമയല്ലേ അത്? ആ, അതെ. അല്ല, ഇതാരാ മുയലമ്മയോ? എന്താ ഇവിടെ? ഒന്നും പറയണ്ട ഇക്രു. ഈ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ആലോചിക്കുവായിരുന്നു. ഓഹോ, അത്രേ ഉള്ളൂ. എന്റെ പുറത്ത് കയറിക്കോ എലിക്കുട്ട, ഞാൻ അക്കരെ എത്തിക്കാം. എലിക്കുട്ടാ, അബദ്ധം കാണിക്കല്ലേ. പുഴയിൽ മുതലയുണ്ട്, അത് അപകടകാരിയാണ്. അതെന്താ മുയലമ്മേ അങ്ങനെ പറഞ്ഞത്? എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയല്ല ഇക്രു, മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുയലമ്മ ഒന്നും പറയണ്ട, എനിക്ക് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്കറിയാം എലിക്കുട്ടാ, നീ അല്പം കൂടി കാത്തിരിക്കൂ. നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം. വേണ്ട വേണ്ട മുയലമ്മേ, ഞാൻ ആമച്ചേട്ടനൊപ്പം പോകുക. മുയലമ്മ വിഷമിക്കണ്ട, അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം. എന്താ പോരെ? ആമയുടെ പുറത്ത് കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു.
അതിന്റെ സന്തോഷമാണ് അവന്. പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നിറയെ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ പകുതിയായപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലയെ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു. അമ്പോ, മുതല! എലിക്കുട്ട, നമ്മൾ ഇനി എന്തു ചെയ്യും? വേഗം പോ, ഇല്ലെങ്കിൽ ആ മുതല നമ്മളെ തിന്നും. ഓഹോ, എന്നെ കടന്നു പോകാനുള്ള ധൈര്യമോ? മുതലച്ചാരെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. പിന്നെന്താ, വെറുതെ വിടാമല്ലോ. അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക്. മുതലച്ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, വെറുതെ വിടണേ. എന്റെ മുന്നിൽ വന്നവരാരും വെറുതെ പോകാറില്ല. പാവം എലി, അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി? ഇടോ ആമച്ചാരെ, നമുക്കിവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ? ഞാൻ പോലീസ്, നിങ്ങൾ ഓടിക്കോ. നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും. ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു. ആ ചിങ്കൻ വരുമോ തുമ്പിപ്പെണ്ണെ? വരും, അതിനുള്ള വിദ്യ എനിക്കറിയാം. മുയലമ്മ, ചിങ്കനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. ദാ ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക്. ഹായ് ചിങ്കൻ ചേട്ടാ. ആരാ? എന്ത് വേണം? സഹായമാണേൽ തീർന്നുപോയി. പോയിട്ടേ അടുത്ത ദിവസം വാ. അല്ല ചേട്ടാ, സഹായമല്ല. പിന്നെന്താണ്? അതോ, പുഴയിലെ ഒരു മുതല പറയുവാ, മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു? അത്ര അഹങ്കാരമോ? ഓഹോ, ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി? അതേ ചിങ്ക, മുതല ചിങ്കനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു, ചിങ്കൻ ആളൊരു കേമനാണെന്ന്, ആനയെ പോലും പുറത്തു കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന്. മുയലമ്മ പറഞ്ഞതൊക്കെ ശരിയാ, ഞാനൊരു സംഭവമാണ്. അതെ ചേട്ടാ, ഞങ്ങൾ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു എലിയ ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, വലുതായിട്ടൊന്നുമില്ല. ചിങ്കൻ ആ എലിയെ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം. ഓ, അത്രേ ഉള്ളൂ. ഇത് നിസ്സാരം, ഇപ്പൊ തന്നെ ചെയ്യാം. വാ, പോകാം. ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി. അതേസമയം പുഴയിൽ, എടോ ആമച്ചാരെ, താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തല കറങ്ങും. എന്നാ ഞങ്ങളെ വെറുതെ വിട്. അല്ലേ, കുഴപ്പമില്ല, നിങ്ങൾ ചെടിയുടെ ചുറ്റും കറങ്ങിക്കോ. മുയലമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ഞാൻ വെറുതെ ധൃതി കാണിച്ചു. ശരിയാ, ഞാനൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. മുയലമ്മ പറഞ്ഞത് കേട്ടിരുന്നേ, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ചിങ്കനെയാണോ വെറുമൊരു മുതല വെല്ലുവിളിക്കുന്നത്? പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു. തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി. മുതലയെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ കൊക്ക് വനത്തിലെ താരമായി മാറുകയും ചെയ്തു.